പത്തനംതിട്ടയിലെ പത്തനാപുരത്ത് കൂടലിൽ 14-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പിതാവ് രാജേഷ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തു. സത്യത്തിൽ ഈ മർദ്ദിക്കുന്ന ദൃശ്യം കണ്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. ഇയാളൊരു പിതാവ് തന്നെയാണോ എന്ന് സംശയിക്കും. പ്രതിക്കെതിരെ എഫ്ഐആർ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. പ്രതി മുൻപും ഭാര്യയെയും സഹോദരനെയും മർദ്ദിച്ചെന്നും എഫ്ഐആർ പറയുന്നു. എ.വി. ജയശങ്കർ ചേരുകയാണ് നമുക്കൊപ്പം. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഇയാൾ വല്ല മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്നു? എന്തായിരുന്നു ഇയാളുടെ പ്രശ്നം ഈ പിതാവിൻ്റെ? ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പത്തനംതിട്ട കൂടലിൽ 14-കാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ചൈൽഡ് ലൈനാണ് ഇത് സംബന്ധിച്ച പരാതി പോലീസിന് നൽകിയത്. കൂടൽ പോലീസ് ഇതിന് പിന്നാലെ സംഭവത്തിൽ കേസെടുത്തു. ഈ പ്രതിക്കെതിരെ എഫ്ഐആറിൽ വളരെ ഗുരുതര ആക്ഷേപങ്ങളാണുള്ളത്. അതായത് മകനെ സംരക്ഷിക്കേണ്ട പിതാവ് തന്നെ ഈ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. ഒപ്പം തന്നെ ഈ തൊടയിലും ഒപ്പം തന്നെ ഈ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ മർമ്മ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഈ രാജേഷ് കുമാർ എന്ന് പറയുന്ന പിതാവ് ഈ കേസിലെ പ്രതി മർദ്ദിച്ചു. ഒപ്പം തന്നെ ഇയാൾ മുൻപ് ഈ കുട്ടിയുടെ അമ്മയെയും സഹോദരനെയും മർദ്ദിച്ചിരുന്നു എന്നും എഫ്ഐആറിൽ എന്തായാലും പറയുന്നുണ്ട്. ഈ നാട്ടുകാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇയാളുടെ സ്ഥിരം കലാപരിപാടിയാണ് ഈ മർദ്ദനം. സ്ഥിരമായി ഇത്തരത്തിൽ വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ തുടർ പ്രശ്നങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് ഇതിൻ്റെ ദൃശ്യങ്ങളും മറ്റും ഇവർ പകർത്തുന്നത്. അത് പ്രാദേശിക പൊതുപ്രവർത്തകർ വഴിയാണ് ചൈൽഡ് ലൈനും പോലീസിനും ഒക്കെ എത്തുന്നത്. പിന്നാലെയാണ് ഇത്തരത്തിൽ എന്തായാലും പരാതി കൊടുത്തിരിക്കുന്നത്. ഇയാളെ എന്തായാലും പിടികൂടാൻ പോലീസിനായിട്ടില്ല. കക്ഷി മുങ്ങിയിരിക്കുമെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. എന്തായാലും മദ്യലഹരിയിലാണ് ഇത്തരത്തിൽ അതിക്രമം കാണിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ പോലീസ് ഇതിൽ കേസെടുത്തില്ല. കാരണം പോലീസിനെ സംബന്ധിച്ച് ഇതിൻ്റെ പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ എഫ്ഐആറിൽ ഉൾപ്പെടുത്താൻ പറ്റൂ. എന്തായാലും പ്രാഥമികമായി ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ സത്യത്തിൽ കൂടൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയും ഒപ്പം തന്നെ ജൂനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. SKN, ഈ ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കാണിച്ചതാണ്. വളരെ ദാരുണമായ ദൃശ്യമായിരുന്നു. അതിക്രൂരമായ ഒരു മർദ്ദനമാണ്. ബെൽറ്റും ഈ വള്ളിയിലേക്ക് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു മർദ്ദനം. വലിയ തോതിൽ ഏറെ നേരം മർദ്ദിച്ചു. ആ കുട്ടിക്ക് അത് പ്രതിരോധിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലായിരുന്നു മർദ്ദനം. പോലീസ് പറയുന്നത് ആവർത്തിച്ച് നിരന്തരം ഇത്തരം മർദ്ദനം ഈ കുട്ടി വീട്ടിൽ നേരിട്ടു എന്നൊക്കെയാണ് പോലീസ് എന്തായാലും പറയുന്നത്. എന്തായാലും കൂടൽ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുണ്ട്. കർശന നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. പൊതുപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ കൂടുതൽ ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തുമെന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ പിതാവിനെ പോലെയുള്ള ആളുകൾ പിതാക്കന്മാർക്ക് തന്നെ നാണക്കേടാണെന്ന കാര്യത്തിൽ സംശയമില്ല.